പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോബിൻ്റെ പുസ്തകം 41-ാം അധ്യായം 19-20 വചനങ്ങളിലൂടെ പ്രകാരം അരുളിച്ചെയ്യുകയാണ്. അവൻ്റെ വായിൽ നിന്ന് ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരി ചിതറുകയും ചെയ്യുന്നു. തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്നും കത്തുന്ന രാമചത്തിൽ നിന്നും എന്ന പോലെ അവൻ്റെ മൂക്കിൽ നിന്ന് പുക ഉയരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുകവലിക്കുന്ന ആ ദുശ്ശീലത്തിലൂടെ, ആ സ്വഭാവത്തിലൂടെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം ആണ്, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ആണ് നശിക്കുന്നത്. എല്ലാം തകർന്ന് തരിപ്പണമാവുന്നത് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമാധാനം. നമ്മൾ രോഗിയായി തീരുന്നു. പൂർണ്ണമായും ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ, നമ്മുടെ പോരായ്മകളെ, നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ ദുശീലങ്ങളെ, നമ്മുടെ ആസക്തികളെ കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ കർത്താവേ, അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധി അമ്മേ, സകല വിശുദ്ധരെ, പ്രത്യേകിച്ച് വിശുദ്ധ അഗസ്തീനോസേ, ഞങ്ങൾക്ക് വേണ്ടി ഈ ആസക്തിയിൽ നിന്ന് മോചനം കിട്ടുവാൻ മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കട്ടായ ബ്ലാക്ക് വന്നല്ലോ അവിടെ. കട്ടായോ? അവിടെ ബ്ലാക്ക് വന്നിട്ടുണ്ടല്ലോ. ബ്ലാക്ക് വന്ന് കട്ടായി. നീ തന്നെ കട്ട് ചെയ്യണം.